വചനമൊഴി മെയ് 2. വചനഭാഗം 1 കോരിന്തോസ് 1:18-24, മർക്കോസിന്റെ സുവിശേഷം 4:1-9. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കടൽ തീരത്ത് വെച്ച് ഈശോ വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ വലിയൊരു ജനക്കൂട്ടം അവന്റെ അടുത്ത് വന്നുകൂടി. അതിനാൽ കടലിൽ ഒരു വഞ്ചിയിൽ കയറി അവൻ ഇരുന്നു. ജനക്കൂട്ടമെല്ലാം കരയിൽ കടലിനഭിമുഖമായി നിന്നു. അവൻ ഉപമകളിൽ അനേകം കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. പ്രബോധനത്തിൽ അവൻ അവരോട് പറഞ്ഞു, കേൾക്കുവിൻ. ഇതാ, ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിനാഴമില്ലാതിരുന്നതിനാൽ അവ പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യനുദിച്ചപ്പോൾ അവ വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് ഫലം നൽകിയില്ല. മറ്റു വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ മുളച്ചു പൊങ്ങി വളർന്ന് ഫലം നൽകി. 30 മേനിയും 60 മേനിയും 100 മേനിയും വിളവ് നൽകി. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് വിതക്കാരന്റെ ഉപമയാണ്. വിതക്കാരൻ വിതച്ച വിത്ത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പതിയുന്നു. പതിഞ്ഞ വിത്തിന്റെ കുഴപ്പമല്ല, വിത്ത് വീണ മണ്ണിന്റെയും സാഹചര്യത്തിന്റെയും ഫലം അനുസരിച്ചാണ് അത് ഫലം പുറപ്പെടുവിക്കുന്നത്. മിശിഹായുടെ വചനം വിതയ്ക്കപ്പെട്ട മണ്ണാണ് നാം. ഈശോയുടെ വചനത്തെ, മിശിഹ വിതയ്ക്കുന്ന വചനത്തെ സ്വീകരിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കുന്ന മണ്ണായി മാറുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും. നാം ശ്രവിക്കുന്ന വചനങ്ങൾ എത്രമാത്രം അളവിൽ ഫലം നൽകുന്നുവെന്ന് ധ്യാനിക്കുവാനായിട്ട് തിരുവചനം നമ്മെ ക്ഷണിക്കുകയാണ്. തിന്മയുടെ സ്വാധീനങ്ങളും ദുഷ്ടതയുടെ പ്രവർത്തനങ്ങളും ഒക്കെ ചുറ്റും നിന്ന് നാം ശ്രവിക്കുന്ന വചനത്തെ ഞെരുക്കി ഇല്ലെന്നാക്കുവാനായിട്ട് വ്യത്യസ്തമായ ഐഡിയോളജികളും ചിന്താധാരകളുമൊക്കെ നമ്മിൽ വീഴുന്ന വചനങ്ങളെ അകറ്റിക്കളയുവാനായിട്ട് സാധ്യതയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ അവസരത്തിൽ ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആഴപ്പെട്ട് ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിനും ദൈവവചനത്തിനനുസൃതമായ പ്രവൃത്തിയിലൂടെ ഫലം നൽകുന്നതിന് നമുക്ക് സാധിക്കണം. എന്തുമാത്രം അളവിൽ നമ്മൾ പരിശ്രമിക്കുന്നോ അത്രമാത്രം അളവിൽ ഫലം നൽകുവാൻ, വചനത്തിൻ്റെ ഫലം നൽകുവാൻ, നമ്മുടെ പ്രവൃത്തികളിലൂടെ മിശിഹായ്ക്ക് സാക്ഷി നൽകുവാൻ നമുക്ക് സാധിക്കും. ഏതെല്ലാം വചനം എത്രമാത്രം അളവിൽ നമ്മുടെ ജീവിതത്തിൽ ഫലം നൽകുന്നുവെന്ന് പരിചിന്തനം ചെയ്യുവാനും നാം ശ്രവിക്കുന്ന വചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.